എടോ അന്തംഗമ്മികൾ, ഞാനൊന്ന് ചോദിക്കട്ടെ. എല്ലാ അന്തംഗമ്മികളോടുമായിട്ട് ഞാനൊരു കാര്യം ചോദിക്കുകയാണ് കേട്ടോ. നിങ്ങളുടെ വാദങ്ങളൊക്കെ കേട്ടു, അതിനുള്ള മറുപടിയാണ്. ഒന്ന്, വി ഡി സതീശൻ സർക്കാർ പറഞ്ഞിരുന്നോ KSRTC-യിൽ ഓർഡിനറിയിലും ഫാസ്റ്റിലും സൂപ്പർ ഫാസ്റ്റിലും എക്സ്പ്രസിലും എല്ലാറ്റിലും ഞങ്ങൾ ഇതാ സൗജന്യ യാത്ര അനുവദിക്കുന്നു പറഞ്ഞിരുന്നു? KSRTC സൗജന്യം അനുവദിക്കുന്നു പറഞ്ഞു അല്ലെ? അനുവദിക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു മാസത്തിനുള്ളിൽ, കേൾക്കണം നിങ്ങൾ, ഒരു മാസത്തിനുള്ളിൽ 18-ാം തീയതി അധികാരമേറ്റ ഒരു സർക്കാർ 15-ാം തീയതി, പിറ്റേ മാസം 15-ാം തീയതി എന്ന് പറഞ്ഞാൽ ഒരു മാസം തികയുന്നതിന് മുമ്പ് ആ വാഗ്ദാനം നടപ്പിലാക്കുകയാണ്. ഇത് ഘട്ടഘട്ടമായിട്ട് ആദ്യഘട്ടത്തിൽ ഇത് ഓർഡിനറിയിൽ നടപ്പാക്കുകയാണ്. അതിനുശേഷം മറ്റ് ബസ്സുകളിലേക്ക് നടപ്പാക്കുന്ന കാര്യം ചിന്തിക്കും. ഇവര് നേരത്തെ എന്താ പറഞ്ഞത്? നടപ്പാക്കാനേ പറ്റില്ല എന്നാ പറഞ്ഞത്. അന്തംഗമ്മികൾ ആദ്യം പറഞ്ഞത് എങ്ങനെ നടപ്പാക്കാൻ? KSRTC നഷ്ടത്തിലാണ്. KSRTC നഷ്ടത്തിലായത് എങ്ങനെ? ഞങ്ങൾ 10 വർഷം ഭരിച്ചിട്ട് KSRTC ഞങ്ങൾ നഷ്ടത്തിലാക്കിയിടോ. അന്തംഗമ്മികളെ കേൾക്കടോ, നിങ്ങൾ 10 വർഷം ഭരിച്ചിട്ട് KSRTC എന്താക്കി? നഷ്ടത്തിലാക്കി. പകുതി ബസ്സുകൾ കട്ടപ്പുറത്ത് കയറ്റി അല്ലേ? എന്നിട്ട് പറയാണ് അങ്ങനെ ഇത് ഈ സൗജന്യ യാത്ര നടപ്പാക്കാൻ പറ്റില്ല, ഞങ്ങൾ കുളം തോണ്ടി കിടത്തിയതല്ലേ, ഞങ്ങൾ കുളം തോണ്ടി കട്ടപ്പുറത്ത് കയറ്റിയതല്ലേ, നിങ്ങൾക്ക് അങ്ങനെ സൗജന്യ യാത്ര ഒന്നും നടത്താൻ പറ്റില്ല, പൈസ വേണ്ടേ, ഓരോ മാസവും ശമ്പളം ഗവൺമെന്റാ കൊടുക്കുന്നത്. അപ്പോഴാണ് വി ഡി സതീശൻ സർക്കാർ വളരെ കൃത്യമായി ഞങ്ങൾ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യമാണ്, പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ നടപ്പാക്കും. എപ്പോ നടപ്പാക്കും? ആദ്യത്തെ മാസം തന്നെ നടപ്പാക്കുകയാണ്. പക്ഷെ ഒറ്റയടിക്ക് എല്ലാ ബസ്സിലും കൂടി. അതിന് പകരം ആദ്യം ഓർഡിനറിയിൽ, എന്നിട്ട് നോക്കട്ടെ, അതിന്റെ സാമ്പത്തിക വശം നോക്കട്ടെ, അത് കഴിഞ്ഞിട്ട് മറ്റു ബസ്സുകളിലേക്ക് നടപ്പാക്കുമെന്ന് പറഞ്ഞു CP ജോൺ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഈ KSRTC-യിലെ ഓരോ ഡ്രൈവർക്കും ഓരോ കണ്ടക്ടർക്കും അവരുടെ ശമ്പളം ഉറപ്പാക്കിയ ശേഷമേ, അവർക്ക് ശമ്പളം കൊടുത്തതിന് ശേഷമേ ഞാൻ ശമ്പളം വാങ്ങൂ എന്ന് CP ജോൺ പറഞ്ഞു. കേട്ട് പഠിക്കി. നക്കിത്തീനികളെ, പെറുക്കിത്തീനികളെ നിങ്ങളോടാ പറയുന്നത്, CP ജോണാ പറയുന്നത്, KSRTC-യുടെ മന്ത്രിയെ പറയുന്നത്. പണ്ട് 2 മന്ത്രിമാരുണ്ടായിരുന്നില്ല അല്ലേ? ഒരു ജെട്ടി മന്ത്രിയും ഒരു മനോഹരാഞ്ജനും. അവരൊക്കെ കേൾക്കണം, ഇത് പറയുകയാണ്. ഞാൻ ശമ്പളം വാങ്ങില്ല, അവർക്ക് കൊടുത്തു കഴിഞ്ഞിട്ടേ വാങ്ങുള്ളൂ എന്ന് പറയുന്നു അങ്ങനത്തെ ഒരു മന്ത്രി. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് എന്താന്ന് വെച്ചാൽ, അപ്പൊ ഈ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ ആദ്യ മാസം തന്നെ നടപ്പിലാക്കണം. ആദ്യ മാസം അതിന്റെ ആദ്യപടി നടപ്പാക്കുന്നു. ഇനി ഞാൻ അന്തംഗമ്മികളോട് നിങ്ങളുടെ പ്രകടന പത്രിക എടുത്തു നോക്കണോ. നിങ്ങളുടെ പ്രകടന പത്രിക 2021-ൽ അധികാരത്തിൽ വരുമ്പോൾ നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞത്? 2016-ൽ അധികാരത്തിൽ വരുമ്പോൾ നിങ്ങൾ വേറെ കുറെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഞാൻ അത്രയായിട്ട് പിന്നോട്ട് പോകുന്നില്ല. 2021-ൽ അധികാരത്തിൽ വരുമ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യം പറഞ്ഞിരുന്നു? ആ പ്രകടന പത്രിക എടുത്തു വായിക്കി. ഒന്ന്, ക്ഷേമ പെൻഷൻ അല്ലേ? ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ ആദ്യം ചെയ്യേണ്ടത് അടിസ്ഥാന ജനവിഭാഗത്തോട് നീതി കാട്ടുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ 2021-ൽ അധികാരത്തിൽ വന്നാൽ 2021 മെയ് മാസത്തിൽ അധികാരത്തിൽ വരുന്ന നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് ആദ്യത്തെ ഒരാഴ്ചക്കുള്ളിൽ തന്നെ, അല്ലെങ്കിൽ ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് 1600 രൂപ എന്ന് പറയുന്ന ക്ഷേമ പെൻഷൻ നിങ്ങൾ പറഞ്ഞ പോലെ 2500 രൂപയാക്കുക എന്നുള്ളതായിരുന്നു. ആക്കിയോ നിങ്ങൾ? 4.5 വർഷം 10 പൈസ കൂടി കൊടുത്തില്ല. ഉളുപ്പുണ്ടോ നിങ്ങൾക്ക്? ക്ഷേമ പെൻഷൻ 1600-ൽ നിന്ന് ഞങ്ങൾ 2500 ആക്കും എന്ന് പറഞ്ഞ അധികാരത്തിൽ കയറിയ നിങ്ങൾ 4.5 വർഷം ഈ നാട് കുട്ടിച്ചോറാക്കുന്നതിന്റെ ഇടയിൽ 10 പൈസ ക്ഷേമ പെൻഷൻ കൂട്ടിക്കൊടുത്തോ. അതിന്റെ എത്ര പ്രാവശ്യം ക്ഷേമ പെൻഷൻ ഇവിടെ മുടങ്ങി? മറിയക്കുട്ടിമാർ പിച്ചച്ചട്ടിയുമായി തെരുവിലേക്ക് ഇറങ്ങിയല്ലേ? നാടും കെട്ടിട്ടല്ലേ അവസാനം കുടിശ്ശികയൊക്കെ കൊടുത്തു തീർത്തത്. എന്നിട്ട് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട്, മനസ്സിലാക്കണം നിങ്ങൾ, തദ്ദേശ തെരഞ്ഞെടുപ്പ് വരികയാണ്. നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോ ഒരൊറ്റ കനൽത്തരി, എന്തോ ഈച്ച ഭാഗ്യത്തില് ഒറ്റ CPM-കാർ മാത്രം ജയിച്ചു. ബാക്കി 19 എണ്ണം മൂടുകീറി അല്ലേ? അത് കഴിഞ്ഞിട്ടാണ് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് വരുന്നത്. അപ്പോൾ ആൾക്കാരുടെ കണ്ണുപൊടിയിടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? കുറച്ച് സൗജന്യങ്ങൾ പ്രഖ്യാപിച്ചു. അക്കൂട്ടത്തിൽ പണ്ട് പറഞ്ഞ 2021-ൽ പറഞ്ഞ ഞങ്ങൾ എത്ര കൂട്ടിനാ പറഞ്ഞത്? നോക്ക് നിങ്ങളുടെ പ്രകടന പത്രികയിൽ 2500 കൂട്ടിയില്ല. ഈ പറയുന്ന 4.5 വർഷം കഴിഞ്ഞിട്ടും നിങ്ങൾ കൂട്ടിയത് വെറും 400 രൂപ അല്ലേ? 400 രൂപ മാത്രം കൂട്ടി എന്ന് പറഞ്ഞാൽ 2000 രൂപയാക്കി. എന്നിട്ട് അവരോട് പറയുകയാണ് നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം എന്ന് പറയുകയാണ്. അവസാനം ഒരു പറഞ്ഞു പോയി പണി നോക്കാൻ പറഞ്ഞു. അവസാനമാണ് മണിയാസാൻ പറഞ്ഞത്. അങ്ങനെ ഒരു മന്ത്രി ഉണ്ടായിരുന്നു, മുൻ മന്ത്രി എം എം മണി പറഞ്ഞു നക്കി തിന്നു പോയിട്ട് ഞങ്ങൾക്ക് വോട്ട് ചെയ്തില്ല എന്ന് ഒരു പെറുക്കിത്തീനിയാ പറയുന്നത്. പെറുക്കിത്തീനി എന്ന് പറയുന്നത് ആരെയാണ്? ഈ പറഞ്ഞ അന്തംഗമ്മികളെ വിളിക്കേണ്ട പേരാണ് കേട്ടോ.
എന്തിട്ട് ഇത്ര ഉളുപ്പില്ലാതെ ഇതൊക്കെ കഴിഞ്ഞ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പില് അട്ടപടലം പൊട്ടി എന്നിട്ടാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുന്നത്. ഞാൻ ചോദിക്കട്ടെ, നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പോലും നിങ്ങൾ ബാക്കി 2500 ആക്കിയില്ലല്ലോ. കാരണം നിങ്ങൾക്ക് മനസ്സിലായി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് 400 രൂപ കൂട്ടിക്കൊടുത്തിട്ടും കാര്യമില്ല നിങ്ങൾക്ക് മനസ്സിലായി. പിന്നെ ബാക്കിയുള്ളത് കൂട്ടിക്കൊടുക്കില്ല, നിങ്ങൾ കൂട്ടിക്കൊടുത്തില്ല. അത് ചെയ്യാത്ത നിങ്ങൾക്ക് എങ്ങനെ പറ്റുന്നടോ? UDF സർക്കാർ പ്രകടന പത്രികയിൽ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അങ്ങനെ തന്നെ പറയട്ടെ, അടിവരയിട്ട് പറയേണ്ടതാണ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിന്റെ ഇന്നോളമുള്ള ചരിത്രത്തിൽ ഒരു സർക്കാരും ചെയ്യാത്ത കാര്യം ആദ്യമായിട്ട് ചെയ്യുകയാണ്. അത് ആദ്യത്തെ മാസം, അതിന്റെ ആദ്യ പടിയായിട്ട് ഇവിടുത്തെ ഓർഡിനറി സർവീസുകളിൽ ജനങ്ങൾക്ക് ആദ്യം ടൂർ പോകാനോ തീർത്ഥയാത്ര പോകാനോ അല്ല, തൊഴിലിടത്തിലേക്ക് പോകണം അല്ലേ? അധ്വാനിക്കുന്ന ഈ സ്ത്രീകൾക്ക് അവരുടെ തൊഴിലിടത്തിലേക്ക് പോവുകയും തിരിച്ചു മടങ്ങുകയും വേണം. അതിനവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ഓർഡിനറി ബസ്സുകളിൽ എത്ര ഓർഡിനറി ബസ്സാണ്? 3000-ലധികം ഓർഡിനറി ബസ്സുകളിൽ ഇത് നടപ്പാക്കുമ്പോ പരിഹസിക്കുകയാണ്. നിങ്ങൾ പറയുന്ന പോലെ VD സതീശൻ സർക്കാരിന് നിങ്ങൾ ചെയ്ത പോലെയാണെങ്കിൽ, നിങ്ങൾ ചെയ്ത തെണ്ടിത്തരമാണ് VD സതീശൻ സർക്കാർ ചെയ്തിരുന്നതെങ്കിൽ VD സതീശൻ സർക്കാരിന് 4.5 വർഷം കാത്തിരിക്കുകയായിരുന്നു. 4.5 വർഷം കഴിഞ്ഞിട്ട് VD സതീശൻ സർക്കാരിന് ഇത് ചെയ്താൽ മതിയായിരുന്നു. ഇത് മാത്രം ചെയ്താൽ മതിയായിരുന്നു, ഓർഡിനറി മാത്രം ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ നിങ്ങളെപ്പോലെ തെണ്ടിത്തരമല്ല, നിങ്ങളെപ്പോലെ നാറിത്തരമല്ല VD സതീശൻ സർക്കാർ ചെയ്യുന്നത്. അത് ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട്, ജനങ്ങളാണ് അവരുടെ പ്രധാനം. നിങ്ങളുടെ മാതിരി ഈ പാലിൽ കുതിർത്ത കശുവണ്ടിയും നെയ്യിപ്പൊരിച്ച ചിക്കൻ പീസും കൊടുക്കുന്ന ഈ എന്താ പറയാ പൗരപ്രമുഖരുണ്ടല്ലോ, പൗരപ്രമുഖരെ പാലുട്ടുകയായിരുന്നില്ല സതീശൻ മുന്നിൽ കണ്ടത് ആരെയാണ്? അടിസ്ഥാന വർഗങ്ങളെയാണ്, അടിസ്ഥാന വർഗത്തിന്റെ ക്ഷേമമാണ്. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ചെയ്യാത്ത കാര്യം അത് സതീശൻ സർക്കാർ ചെയ്യുമ്പോ ഒന്നുമില്ല, കയ്യടിക്കണ്ട. ഒന്നവിടെ പോയി നിന്നൂടോ. നിങ്ങൾക്ക് പറ്റില്ലാതെ, നിങ്ങൾക്ക് നിൽക്കാൻ പറ്റില്ല. ഉളുപ്പ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ പോയി നിൽക്കാൻ പറ്റില്ല. അപ്പോഴാണ് ഗോവിന്ദൻ പറയുന്നത്, ഞങ്ങൾ പോകില്ല, ഞങ്ങൾ ഈ ഉദ്ഘാടനം ബഹിഷ്കരിക്കും. എന്താ മാഷയെ ബഹിഷ്കരിക്കുന്നത്? അയ്യയ്യേ, ഇവര് മുഴുവൻ ബസ്സിലും നടപ്പാക്കണം. ഇവര് ലോകത്തുള്ള എല്ലാ ബസ് ഈ മണുകുടാഞ്ചൻ പറഞ്ഞതാണ്. ഇന്നലെ MV ഗോവിന്ദൻ എന്ന് പറയുന്ന അപ്പം ഗോവിന്ദൻ TV-യിൽ പറഞ്ഞതാണ്. ഇന്ത്യയിലെല്ലായിടത്തും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കണം. അതല്ലാത്ത കാലത്തോളം ഞങ്ങൾ ഇതിൽ സഹകരിക്കൂല എന്നാണ് മൂപ്പര് പറഞ്ഞത്. വേണ്ട, നിങ്ങൾ സഹകരിക്കണ്ട. കാരണം ഉണ്ടല്ലോ, അടുത്ത തവണ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുമ്പോഴേ ജനങ്ങളുടെ മനസ്സിൽ ഒരൊറ്റാളുടെ മുഖമേ ഉണ്ടാവുള്ളൂ കേട്ടോ. അതാരുടെ മുഖമായിരിക്കും എന്ന് പറയും? ഇപ്പോഴത്തെ മുഖ്യമന്ത്രി VD സതീശന്റെ മുഖമായിരിക്കും. ഇപ്പോഴത്തെ സർക്കാർ UDF സർക്കാരിന്റെ മുഖമായിരിക്കും. ഇപ്പോഴത്തെ ഗതാഗത വകുപ്പ് മന്ത്രി CP ജോണിന്റെ മുഖമായിരിക്കും. അങ്ങനെ ജനക്ഷേമകരമായ കാര്യങ്ങൾ ചെയ്യുന്ന ഓരോ മന്ത്രിമാരുടെയും ഓരോ ജനപ്രതിനിധികളുടെയും ചിത്രങ്ങളായിരിക്കും. കാരണഭൂതത്തിന്റെ ചിത്രം അവിടെ തെളിയില്ല, അപ്പം ഗോവിന്ദന്റെ ചിത്രം തെളിയില്ല, മരുമോന്റെ ചിത്രം തെളിയില്ല കേട്ടോ, തെളിയില്ല. അതാണ് ഞാൻ നേരത്തെ പല പ്രാവശ്യം പറഞ്ഞ പോലെ അടുത്ത തവണ CPM എന്ന് പറയുന്ന പാർട്ടി ഒരാൾ പോലും ജയിക്കില്ല. എങ്ങനെ ജയിക്കാനാണോ? നിങ്ങൾ പറ, എങ്ങനെ ജയിക്കുക? പ്രതിഷേധിക്കാണ്. എന്നിട്ട് ഫേസ്ബുക്കിൽ മുഴുവനും സതീശന്റെ വഞ്ചന. എന്നാണ് നിങ്ങളൊന്ന് നന്നായി കാണുക എന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാർ ഇവിടെ ഉണ്ട്. അവരുടെ എല്ലാ പ്രതീക്ഷകളും തെറ്റി അവർ തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങൾ നന്നാവില്ല. ഇനി നന്നാവടല്ലേ? നന്നാവുകയാണെങ്കിൽ ഇപ്പൊ ചെയ്യേണ്ടിയിരുന്നത്, പാർട്ടിക്ക് അത്യാവശ്യം ഒരു ബോധം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ പോയി കണ്ട ആ ഉദ്ഘാടനത്തിൽ സന്നിഹിതരാവും. എന്താ നിങ്ങൾക്ക് പ്രശ്നം? ആ ഉദ്ഘാടനത്തിൽ സന്നിഹിതരാവണ്ടേ അല്ലേ? ഇപ്പൊ എന്തായി? ഇപ്പം കേരളത്തിലെ സ്ത്രീകൾ മുഴുവൻ നിങ്ങൾക്കെതിരായി. അതപ്പോ സംഭവിച്ചത്. സംശയമുണ്ടോ? ഇനി വരാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പിലും ഒരു സ്ത്രീ പോലും നിങ്ങൾക്ക് വോട്ട് ചെയ്യില്ലെന്ന്. സ്ത്രീ മാത്രമോ? സ്ത്രീകളുള്ള കുടുംബത്തിലെ ആണുങ്ങളും ചെയ്യില്ല, കുട്ടികളും ചെയ്യില്ല. നിങ്ങൾ വേണ്ട. കാരണം സ്ത്രീകൾക്ക് ഗുണം കിട്ടുന്ന ഒരു കാര്യം വന്നപ്പോ നിങ്ങളാണ്ട് മാറി നിൽക്കുകയാണ്. ഇത് തിന്നൂല്ല തീറ്റിക്കൂല എന്ന് കേട്ടില്ല നമ്മള്? തിന്നൂല്ല തീറ്റിക്കൂല. അതാണ്. അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും വളരെ പെർഫെക്റ്റ് ആയി ചെയ്തു, എന്നിട്ട് VD സതീശൻ സർക്കാർ ഇപ്പൊ അങ്ങനെ പെർഫെക്റ്റ് ആയി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അത് രസമുണ്ട് കേൾക്കാൻ അല്ലേ?
നിങ്ങൾ ക്ഷേമ പെൻഷൻ 2500 രൂപ എന്ന് പറയുന്നു, ആദ്യത്തെ മാസം തന്നെ 2500 രൂപ സ്ഥിരമായി കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായി പറയാം, ഞങ്ങൾ ഞങ്ങളുടെ പ്രകടന പത്രികയിലെ എല്ലാ കാര്യങ്ങളും ആദ്യ മാസം തന്നെ നടപ്പാക്കി. വി.ഡി. സതീശൻ അതേപോലെ കൃത്യമായി കാര്യങ്ങളൊക്കെ നടപ്പിലാക്കാൻ നിങ്ങൾക്ക് ഇനി പറയാൻ എന്ത് വോയിസ് ആണ് ഉള്ളത്? എന്ത് വോയിസ് ആണുള്ളത്? ഞാൻ ഒരു ക്ഷേമ പെൻഷന്റെ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതല്ലാതെ നിരവധിയായ കാര്യങ്ങൾ അതിലുണ്ട് അല്ലേ? അസംഘടിത തൊഴിലാളികൾക്ക് മിനിമം വേതനം നടപ്പാക്കുമെന്ന് പറഞ്ഞു അല്ലേ? ആശാവർക്കർമാർ 255 ദിവസം നിങ്ങളുടെ സെക്രട്ടേറിയറ്റ് പടികൾ സമരം ചെയ്തിട്ട് കാർക്കിച്ച് തുപ്പിയില്ലടോ, കാർക്കിച്ച് തുപ്പിയില്ലേ? 10 പൈസ കൂട്ടി കൊടുത്തോ? 10 പൈസ കൂട്ടി കൊടുത്തോ? ഇതുകൊണ്ടൊക്കെയാണോ തോറ്റത്? ഇപ്പോഴും കാരണം അന്വേഷിച്ച് നടക്കുകയാണ്. ഇപ്പോഴും കാരണം അന്വേഷിച്ച് നടക്കുകയാണ്. കാരണഭൂതവും അപ്പവും ഇവർക്ക് ഇപ്പോഴും മനസ്സിലായില്ല അത്ര എന്തുകൊണ്ടാണെന്ന്. എന്നിട്ട് പറയാണ് ഞങ്ങളല്ല കാരണം. അതാദ്യം തന്നെ പറഞ്ഞു, ഞങ്ങളല്ല കാരണം. ഉള്ള എല്ലാ ലോക്കൽ കമ്മിറ്റികളും ബ്രാഞ്ച് കമ്മിറ്റികളും ഏരിയ കമ്മിറ്റികളും ജില്ലാ കമ്മിറ്റികളും ഒക്കെ പറയുന്നു കാരണം രണ്ട് പേരാണ്. ഒന്നാമത്തെ മൂല കാരണം എന്ന് പറയുന്നത് കാരണഭൂതമാണ്, രണ്ടാമത്തെ മൂല ഇല്ലാത്ത കാരണം എന്ന് പറയുന്നത് അപ്പം ഗോവിന്ദനുമാണ്. പക്ഷെ ഇവര് പറയുന്നത് ഞങ്ങൾ എന്തായാലും ഉണ്ടാവും, ഞങ്ങൾ എന്തായാലും ഈ പാർട്ടിയിൽ ഉണ്ടാവും. കാരണം ഞങ്ങൾക്ക് രണ്ടാക്കും ഈ പാർട്ടിയെ എന്താ പറയാ കുഴിയിലേക്ക് ഇറക്കി മണ്ണ് വാരിട്ടിട്ടേ ഞങ്ങൾ പോകുള്ളൂ എന്നാണ് അപ്പം ഗോവിന്ദൻ പറയുന്നത്. അതിന്റെ മുന്നേ ഞങ്ങൾ പോകൂല. ഞങ്ങൾക്ക് ഈ പാർട്ടിയുടെ ശവമടക്ക് നടത്തണം. എന്താ ചെയ്യാ നിങ്ങൾ പറ. നമുക്ക് ഏറ്റവും വലിയ സങ്കടം എന്താ അറിയോ? ഇവരിങ്ങനെ പറയുമ്പോ ഇതിനെ ഇൻകിലാബ് വിളിക്കാണ് ആൾക്കാർ. ഇവരുടെ ഭക്തജന സംഘം, പെറുക്കത്തീനികൾ, നക്കിത്തീനികൾ, ഇവര് പറയുന്നതാണ് ശരി. അങ്ങനെ വി.ഡി. സതീശൻ സർക്കാർ അധികാരമേറ്റ് 1 മാസം തികയുന്നതിന് മുമ്പ് പ്രകടന പത്രികയിൽ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതായത് KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന ഇന്ദിര ഗ്യാരണ്ടി, അത് ഇന്ന് മുതൽ നടപ്പിലായി. പിണറായി വിജയൻ സർക്കാർ കണ്ടു പഠിക്കേണ്ടതാണ് കേട്ടോ. 10 വർഷം കേരളത്തെ ഭരിച്ച് മുടിപ്പിച്ച് കുളന്തോണ്ടിയ അന്തംകമ്മികളുടെ ആ സർക്കാരുണ്ടല്ലോ, അവര് വി.ഡി. സതീശന്റെ ഈ പ്രവർത്തനങ്ങൾ അവര് കണ്ട് പഠിക്കേണ്ടതാണെന്ന് പറയുന്നില്ല. പഠിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. ഇവർ പഠിക്കില്ല. കാരണം നമ്മുടെ അനുഭവത്തിൽ നിന്ന് മനസ്സിലായതാണല്ലോ. എന്തായാലും ഇവർ കാണുന്നുണ്ടല്ലോ, അന്തംകമ്മികൾ കാണുന്നുണ്ടല്ലോ. നമ്മുടെ ഏറ്റവും വലിയ സങ്കടം എന്താണെന്നറിയോ? സങ്കടവും സന്തോഷവും. അതുണ്ട്, സങ്കടവും സന്തോഷവും. ഈ ഉദ്ഘാടന പരിപാടിയിൽ അന്തംകമ്മികൾ ഇല്ല എന്നുള്ളതാണ് സന്തോഷം. അതായത് കഴിഞ്ഞ ദിവസം തന്നെ അപ്പം ഗോവിന്ദൻ പറഞ്ഞു ഈ പരിപാടിയിൽ നമ്മളില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണേ, CPM എന്ന് പറയുന്ന പാർട്ടി എത്രമാത്രം ജനങ്ങളിൽ നിന്ന് അകന്നുപോയി, എത്രമാത്രം മാനവികതയിൽ നിന്ന് അകന്നുപോയി. അതായത് കേരളപ്പിറവിക്ക് ശേഷം കേരളം കണ്ട ഏറ്റവും മികച്ച ഒരു നടപടിക്രമമാണ് കേരളത്തിലെ കേരളത്തിലെ സ്ത്രീകൾക്ക് അവരുടെ ജോലി സ്ഥലത്തേക്ക് പോകാനും തിരിച്ചു വരാനൊക്കെ ഇത് ഏറ്റവും ഗുണകരം ഏറ്റവും അടിസ്ഥാന വർഗത്തിൽപ്പെട്ട സ്ത്രീകളെയാണ് കേട്ടോ. ഒരു മാസത്തിൽ ഒരു 7,000 രൂപയോ 8,000 രൂപയോ 9,000 രൂപയോ 10,000 രൂപയോ ഒക്കെ ശമ്പളം അല്ലെങ്കിൽ ആകെ വേതനം കിട്ടുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും 25-30 രൂപ ബസ്സിന് വേണ്ടി ചെലവാക്കുന്ന, അത് അങ്ങോട്ട് പോകാൻ 25 രൂപയാണെങ്കിൽ ഇങ്ങോട്ട് വരാൻ എന്ന് പറഞ്ഞാൽ ഒരു 50-60 രൂപ ഒരു ദിവസം ചെലവാക്കുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 1,500 മുതൽ 2,000 രൂപ വരെയാണ് ലാഭിക്കാൻ പോകുന്നത്. അവർക്ക് അത് സേവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നു, അല്ലെങ്കിൽ അവർക്ക് അത് കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കാൻ വേണ്ടി പറ്റുന്നു. ഇത്രയും മഹത്തായ ഒരു കാര്യം കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല കേട്ടോ. കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അന്തംകമ്മികൾ പരിഹസിക്കേണ്ട. എന്നിട്ട് ഗോവിന്ദ മാഷ് എന്താ പറഞ്ഞറിയോ? ഞങ്ങൾ ഈ പരിപാടിയിൽ പങ്കെടുക്കില്ലാന്ന്, ഞങ്ങൾ ഈ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുക്കില്ലാന്ന്. പങ്കെടുക്കണ്ടോ? നിങ്ങൾ പങ്കെടുക്കണ്ട. നിങ്ങൾ പങ്കെടുത്തില്ലെങ്കിൽ ഈ പരിപാടി വളരെ വിജയകരമായി നടക്കും. അതുകൊണ്ട് തന്നെ ഏറ്റവും രസകരമായ ഏറ്റവും ആഹ്ലാദകരമായ മുഹൂർത്തത്തിലാണ് ഓരോ ജില്ലകളിലും ഈ ഒരു പരിപാടിയുടെ ഉദ്ഘാടനം നടത്തുന്നത്. അന്തംകമ്മികൾ ഇല്ലാത്തത് നന്നായി. ഇവർ പറഞ്ഞെന്താണെന്നറിയോ? നമ്മുടെ കെ കെ ശൈലജയുടെ ഒരു പോസ്റ്റ് കെ ശൈലജ പറയുകയാണ് കേട്ടോ. കെ ശൈലജ എന്തുകൊണ്ട് പാർട്ടി ഇതിൽ പങ്കെടുക്കുന്നില്ല, അല്ലെങ്കിൽ ഇത് എത്രമാത്രം ഇത് വഞ്ചന, വി.ഡി. സതീശൻ സർക്കാരിന്റെ വഞ്ചനയാണിത്. ഇവർ പറയുന്നത്. അതായത് ഞാൻ കെ ശൈലജയുടെ ആ പ്രസ്താവന കേട്ടിട്ടേ ഞാനിങ്ങനെ കുറെ സമയം തരിച്ചു നോക്കിയിട്ട് എങ്ങനെ സാധിക്കുന്നുണ്ട് നിങ്ങൾക്ക്? എങ്ങനെ സാധിക്കുന്നു ഇങ്ങനെയൊക്കെ പറയാൻ?
ശൈലജ മാത്രമല്ല, ശൈലജയും ഇവരൊക്കെ സംസാരിക്കുന്ന ഒരേ ടോണിലാണല്ലോ. അതായത് AKG സെന്ററിന് പടച്ചു വിടുന്ന ആരൊക്കെയോ ബുദ്ധിമാന്യം സംഭവിച്ച ആൾക്കാർ എഴുതി കൊടുക്കുന്ന സാധനങ്ങളാണല്ലോ ഇവരെല്ലാരും പങ്കിടുക. എന്താ പറയാ, ഒരേ കാര്യമാണല്ലോ. TV ചർച്ചയിൽ വന്നിരുന്ന് സംസാരിക്കുന്നതും പത്രലേഖകരോട് സംസാരിക്കുന്നതും പുറത്ത് സംസാരിക്കുന്നതും ഈ ഫേസ്ബുക്കിൽ എഴുതുന്നതും ഒക്കെ ഇതിന്റെ അകക്കാമ്പ ഒന്ന് തന്നെയാണ്. അപ്പൊ ഇവര് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ VD സതീശൻ സർക്കാർ ജനങ്ങളെ വഞ്ചിച്ചു. എങ്ങനെ വഞ്ചിച്ചെന്നറിയോ? അതായത് KSRTയിൽ സൗജന്യം കൊടുക്കുന്നു പറഞ്ഞു. KSRTയിൽ സൗജന്യം കൊടുക്കുന്നു പറഞ്ഞിട്ട് KSRTCയുടെ ഓർഡിനറി സർവീസിൽ മാത്രമേ സൗജന്യം കൊടുക്കുന്നുള്ളൂ. എന്തുകൊണ്ട് ഒരു ഫാസ്റ്റിൽ കൊടുത്തില്ല? എന്തുകൊണ്ട് മറ്റു തരത്തിലുള്ള സർവീസുകളൊന്നും കൊടുക്കുന്നില്ല? വെറും ഓർഡിനറി